അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാ ഇബാദത്തുകൾക്കും പ്രത്യേകിച്ച് ജുമുഅക്ക് വളരെ നേരത്തെ എത്താൻ ശ്രമിക്കണം എന്നാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലേക്ക് ഒരുപാട് ബിദ്അത്തുകൾ, ഒരുപാട് അനാചാരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ മഹാനായ ഇമാം നവവി റഹിമഹുല്ലയുടെ പ്രിയപ്പെട്ട ഷെയ്ഖായ ഉസ്താദായ അബൂശാവതങ്ങൾ അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അഇ വൽ അഹ്ദാസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, അവ്വലു ബിദ്അത്തിൻ ഹദസത്ത് ഫിൽ ഇസ്ലാമി തർക്കുൽ ബുകൂരി ഇലൽ ജുമുഅ. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നുകൂടിയ ബിദ്അത്ത്, അനാചാരം എന്ന് പറയുന്നത് ഫുത്വ പരിഭാഷയല്ല, അല്ലെങ്കിൽ കൈ നെഞ്ഞത്ത് കെട്ടലല്ല. മറിച്ച് ഇസ്ലാമിൽ ആദ്യമായി കടന്നുകൂടിയ അനാചാരം, ബിദ്അത്ത് എന്ന് പറയുന്നത് തർക്കുൽ ബുകൂരി ഇലൽ ജുമുഅ. ആളുകൾ ജുമുഅക്ക് നേരത്തെ വരിക, രാവിലെ വരിക എന്ന ആ വലിയ പുണ്യകർമ്മത്തെ അവഹേളിച്ചു, അതിനെ മാറ്റിവെച്ചു, അതിനെ ഒഴിവാക്കി എന്നതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പണ്ടില്ലാത്തൊന്ന് പുതുതായി ചെയ്യലല്ലേ. പണ്ടത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കണം. വകാന യുറാ ഫിൽ ഖർനിൽ അവ്വൽ ബഅദ തുലൂഇൽ ഫജ്രി അത്തുർഖാത്തു മംലൂഅത്തുൻ മിനൻ നാസ്. മഹാനവറുകൾ പറഞ്ഞു, 1-ാം നൂറ്റാണ്ട് സ്വഹാബത്തിന്റെ കാലത്ത് ഫജ്ർ വെളിവായ ശേഷം, ഫജ്ർ വെളിവാകുമ്പോഴാണ് സുബഹി ബാങ്ക് കൊടുക്കുക. സുബഹി ബാങ്ക് കൊടുത്ത ഉടനെ റോഡുകളെല്ലാം ജനനിബിഡമായിരുന്നു, ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. യംശൂന ഫി സുറുജ്, നട്ടപ്പാതിര പോലല്ലേ, ഇരുട്ടല്ലേ, അവർ വിളക്കും പിടിച്ചിട്ടാ നടന്നിരുന്നത്. യസ്ദഹിമൂന ഫീഹാ, തിരക്ക് കൂട്ടിയിട്ടവർ പോകാറുണ്ടായിരുന്നു. ഇലൽ ജാമിഅ, ജുമാ നടക്കുന്ന പള്ളിയിലേക്ക്. 1-ാം നൂറ്റാണ്ടിൽ സ്വഹാബത്ത് ജുമാക്ക് പോയിരുന്നത് ളുഹർ ബാങ്ക് കൊടുക്കുന്ന നേരത്തല്ല, സുബഹി ബാങ്ക് കേട്ടാലാ ജുമാ ലക്ഷ്യം വെച്ചിട്ട് അവർ പോവാറുണ്ടായിരുന്നത്. ഹത്തന്തറസ, പിന്നെ അതിങ്ങനെ തേഞ്ഞു മാഞ്ഞു പോന്നു, കുറഞ്ഞിട്ട് ഇപ്പം ജുമാ തുടങ്ങിയവരെ ആളെ കിട്ടുന്നില്ല. തീരാ നേരത്ത് സലാം കിട്ടുമ്പോഴാണ് ആളുകളെല്ലാം ഒന്നൊന്ന് ശരിയാവുക. ആ രീതിയിലായിപ്പോയിട്ടുണ്ട്. അതാണ് മഹാനവറുകൾ പറഞ്ഞത്, അവ്വലു ബിദ്അത്തിൻ ഹദസത്ത് ഫിൽ ഇസ്ലാമി തർക്കുൽ ബുകൂർ. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ അനാചാരം ബിദ്അത്ത് എന്ന് പറയുന്നത് ആളുകൾ ജുമുഅക്ക് നേരത്തെ വരിക എന്ന് പറയുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് കാണിച്ചു തന്ന ഏറ്റവും നല്ല സുന്നത്തിനെ വലിച്ചെറിഞ്ഞു എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിലെ നമ്മളെപ്പോഴും ഓതുന്ന ആയത്താണ് അസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ. പല തഫ്സീറും മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അസ്സാബിഖൂന സാബിഖൂന ഉലൈക്കൽ മുഖറബൂൻ എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ അസ്സാബിഖൂന ഫിദ്ദുന്യാ ഇലൽ ജുമുആത്ത്, ജുമുഅകളിലേക്ക് ജുമാ നിസ്കാരത്തിന് പങ്കെടുക്കാൻ നേരത്തെ കാലത്തെ പോന്നു 1-ാമത്തെ സ്വഫിലിരുന്ന് ഇമാമിന്റെ ഖുതുബ ശ്രദ്ധിക്കുന്നവർ. നാളെ ആഖിറത്തിലെത്തിയാൽ ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സർവശക്തനായ റബ്ബിനെ കാണാനുള്ള അവസരമാണ്. ആ റബ്ബിനെ കാണാനുള്ള, റബ്ബിന്റെ ലിഖാഇന് മുൻപന്തിയിലുണ്ടാകുന്നവർ ജുമാക്ക് നേരത്തെ കാലത്തെ പോന്നവരാണ്, 1-ാം സഫിൽ ജുമയിൽ പങ്കെടുത്തവരാണ്. അതാണ് സാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ജുമാക്ക് നേരത്തെ വരുന്നവർ റബ്ബിനെ കാണാനും മുന്നിലുണ്ടാകുമെന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജുമഅയുടെ പ്രത്യേകതകൾ പറയാൻ വേണ്ടി ഒരു ഗ്രന്ഥം തന്നെ ഉണ്ടാക്കി. നൂറുൽ ലംഅത്തി ഫീ ഖസാഇസിൽ ജുമഅ. ജുമഅയുടെ പ്രത്യേകതകൾ പറയാൻ ഒരു ഗ്രന്ഥം തന്നെ, ഒരു റിസാല തന്നെ മഹാനവറുകൾ ജമ്മ ചെയ്തു. എന്നിട്ടതിൽ 101 പ്രത്യേകതകൾ പറഞ്ഞു. ജുമഅക്ക് വരുന്ന ആളുകൾക്ക് 101 പ്രത്യേകതയുണ്ട്. എന്നിട്ടതിൽ 32-ാം പ്രത്യേകതയായിട്ട് മഹാനവറുകൾ പറഞ്ഞു, ജുമഅക്ക് വരുന്നവർക്കുണ്ടാകേണ്ട ഏറ്റവും നല്ല സ്വഭാവം അലഞ്ഞു തിരിഞ്ഞ് എല്ലാ ശുഗുലും കഴിഞ്ഞല്ല ജുമഅക്ക് വരേണ്ടത്, മറിച്ച് അൽ ബുകൂറു ഇലൽ ജുമഅ, അതിരാവിലെ വളരെ നേരത്തെ ജുമഅക്ക് വരാൻ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ഇന്നത്തെ ഖുതുബ അവസാനിക്കാൻ നേരത്ത് നിങ്ങൾ കേട്ടു, ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാക്കിറു ഫിൽ ഗദാത്തി
ബിദ്ദുന്യാ ഇലൽ ജുമുആത്ത്. ജുമുഅ ദിവസം നിങ്ങൾ അതിരാവിലെ വളരെ നേരത്തെ ജുമുഅയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം. എന്തുകൊണ്ട്? ഫഇന്നല്ലാഹ സുബ്ഹാനഹു വതആല യബ്റുസു ലിഅഹ്ലിൽ ജന്നതി യൗമൽ ജുമുഅ. നാളെ മഹ്ശറയിലെത്തി മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തിയാൽ മനുഷ്യനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം അഅലൻ നഈം, ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണാനുള്ള അവസരമാണ്. സ്വർഗത്തിലേക്ക് എത്തിയാൽ എല്ലാ വെള്ളിയാഴ്ചയും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള അവസരമുണ്ട്, അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യമുണ്ട്. വകാന الناس عنده في الذنوب كغدوهم في الدنيا الى الجمعات. അങ്ങനെ ആഖിറത്തിലെത്തിയാൽ മനുഷ്യരുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലിഖാഇന് വേണ്ടി പ്രത്യക്ഷപ്പെടും. ആ സമയം മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള അവസരമുണ്ട്. എങ്ങനെയാണ് അവർ കാണല്? അതും അതേ ഹദീസിൽ തന്നെയുണ്ട്. അലാ കസീബിൻ മിൻ കാഫൂരിൻ നബിയദ്, വെളുത്ത കർപ്പൂരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതായ കുന്നിൻ മുകളിൽ കയറിയിട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുഅ്മിനീങ്ങൾ കാണുക. അങ്ങനെ കാണുന്ന സമയത്ത് ആ റബ്ബിന്റെ അടുത്ത് ചെന്ന് അള്ളാഹുവിന്റെ സമീപത്ത് നിന്ന് കാണുന്ന ആളുകൾ ആരാ? ജുമുഅക്ക് ഏറ്റവും കൂടുതൽ രാവിലെ വന്ന് ഒന്നാം സഫിലിരുന്ന് ജുമുഅയിൽ പങ്കെടുത്തവരാ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഖുത്ബയിൽ നിങ്ങളെ കേൾപ്പിച്ചത്. റബ്ബിനെ കാണുന്ന സമയത്ത് മുൻപന്തിയിൽ വേണോ? ജുമുഅക്ക് അതിരാവിലെ വരണം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദുനിയാവുമായി ബന്ധപ്പെട്ട ശുഗലുകളാണ്. അതാണ് മനുഷ്യനെ എല്ലാ നന്മയിൽ നിന്നും മുടക്കുന്നത്. തിരക്കാണ്, കച്ചവടത്തിൻ്റെ തിരക്ക്, ജോലിയുടെ തിരക്ക്, ആ തിരക്ക്, ഈ തിരക്ക്, ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കിട്ടണ്ടേ. എല്ലാ ദിവസവും നമുക്ക് ജുമുഅ വെച്ചിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമല്ലേ. ആ ദിവസം ഒരല്പം നേരത്തെ ജോലി ഒന്ന് അവസാനിപ്പിച്ച് ജുമുഅയിലേക്കൊന്ന് നേരത്തെ എത്തുക എന്ന ആ ഒരു ചിന്താഗതി, അത് എന്തൊരു നല്ല സ്വഭാവമാണ്. ദുനിയാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. മഹാനായ അബുൽ ലൈസ് സമർഖന്ദി റഹിമഹുല്ലാഹ് അവിടെ തഫ്സീരിൽ പറയുന്നുണ്ട്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരു നാട്ടിലേക്ക് ചെന്നപ്പോൾ തകർന്നു വീഴാനായ ഒരു മതിലിനെ ശരിയാക്കുന്നുണ്ട്. അങ്ങനെ ശരിയാക്കിയതിൻ്റെ കാരണം മഹാനായ ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് പറയുന്നുണ്ട്, അത് 2 യതീം കുട്ടികളുടെ മതിലായിരുന്നു. വകാന തഹ്തഹു കൻസുൻ ലഹുമാ, ആ മതിലിന് ചോട്ടിൽ ആ 2 കുട്ടികൾക്ക് നിധി ഉണ്ടായിരുന്നു. നിധി എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടൊരു പലകയായിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ആ പലകയിൽ 5 കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു. വലിയ ആശയം തരുന്ന 5 കാര്യങ്ങളാണത്. ആ കുട്ടികളുടെ നിധിയായ ആ സ്വർണ്ണപ്പലകയിൽ എഴുതി വെച്ച 5 കാര്യങ്ങളിൽ ഒരു കാര്യം, അജിബ്തു ലിമൻ യഫറഹു ബിസവാലി ദുനിയാ വതഖല്ലുബി അഹ്ലിഹാ വകൈഫ യത്മഇന്നു ഇലൈഹാ. എനിക്ക് വലിയ അത്ഭുതമാണ് ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യനെ കണ്ടിട്ട്. കാരണം ആ മനുഷ്യനിക്ക് 100% ഉറപ്പാണല്ലോ ഈ ദുനിയാവ് ഒരു ദിവസം അവസാനിച്ചു പോകുമെന്നും ദുനിയാവിലെ ആളുകൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നും. എൻ്റെ ഉപ്പാപ്പ മരിച്ചുപോയി, എൻ്റെ വാപ്പ മരിച്ചുപോയി, ഇനി ഞാൻ മരിക്കുന്നു, എനിക്ക് ശേഷം എൻ്റെ അടുത്ത തലമുറയായിട്ട് എൻ്റെ മക്കളാണ് ഈ ദുനിയാവിൻ്റെ വാരിസ്യങ്ങളായി അനന്തരാവകാശികളായി വരാനുള്ളത്. അതെനിക്ക് 100% ഉറപ്പാ. അങ്ങനെ 100% ദുനിയാവിന് മാറ്റമുണ്ട് എന്നുറപ്പിച്ചിട്ടും ആ ദുനിയാവ് കൊണ്ട് സന്തോഷിക്കാൻ കഷ്ടപ്പെടുന്ന മനുഷ്യനെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു എന്നായിരുന്നു ആ പലകയിൽ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ദുനിയാവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് 100% അവസാനിക്കുമെന്ന് ഉറപ്പുള്ള സന്തോഷം. ആ സന്തോഷത്തിന് വേണ്ടി ഒരിക്കലും തീരാത്ത അനശ്വരമായ സന്തോഷത്തെ നമ്മളെന്തിന് പാഴാക്കണം? അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും ഒന്നും ജുമുഅ വെച്ചിട്ടില്ല, ഒരു ദിവസമാണ് നമുക്ക് ജുമുഅ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ വെച്ച ദിവസം കുറച്ച് നേരത്തെ വന്ന് ഒരു അൽക്കഹഫ് ഓതി കുറച്ച് സ്വലാത്ത് ചൊല്ലി ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസം വെള്ളിയാഴ്ച ദിവസത്തിലെ ഓരോ സെക്കൻഡുകളും ഒന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് എന്തൊരു സന്തോഷമായിരിക്കും അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.